കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് നീലപ്പെട്ടി വിവാദം. അതേ നീലപ്പെട്ടി ആൾക്കാരെ തന്നെ ഇപ്പൊ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊക്കിയിരിക്കുകയാണ്. ഇന്നലെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടം സഞ്ചരിച്ച കാറ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഈ പറഞ്ഞ പരിശോധനയൊക്കെ നടത്തി വലിയ വിവാദമായിരിക്കുകയാണ്. എന്താ സാർ ഇവരെ മാത്രം ഇങ്ങനെ നോട്ടം ഇട്ടേക്കുന്നത്? അല്ല, തെരഞ്ഞെടുപ്പ് സമയത്ത് വാഹനങ്ങളൊക്കെ പരിശോധിക്കാനുള്ള അധികാരം പോലീസുകാർക്കും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ ഉണ്ട്. അതിനെയൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. വാഹനം നിർത്താൻ പറഞ്ഞാൽ നിർത്തി കൊടുക്കണം, അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടും, പരിശോധിക്കാനുള്ള സമ്മതം നമ്മൾ കൊടുക്കണം, ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ MLA ആയാലും MP ആയാലും മന്ത്രി ആയാലും മുഖ്യനായാലും നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അതാണ് അവർ ചെയ്തത്. അതിനകത്ത് അവർ പോലീസുകാരല്ലേ, പോലീസുകാരെപ്പോഴും ഭരിക്കുന്ന ഒരു പക്ഷത്തിനോടായിരിക്കും. പക്ഷെ നാളെ ഇവരും അധികാരത്തിൽ വരും. അതല്ലേ അവിടെ ഇവരുടെ വാഹനം പരിശോധിച്ചപ്പോൾ മാങ്കൂട്ടത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ടീമിലെ ഒരാൾ പറഞ്ഞല്ലോ, അല്ലേ? മാങ്കൂട്ടം തന്നെയാണോ സൂക്ഷിച്ചോ? സർവീസിൽ ഉണ്ടാകുമല്ലോ എന്ന് ചോദിച്ചാൽ ഞങ്ങളും വരും, അപ്പോൾ കണ്ടോളാം എന്നുള്ള അർത്ഥം. അല്ല സാറേ, ഇപ്പൊ സാർ പറഞ്ഞത് ശരിയാണ്. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്, ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ് എല്ലാ വാഹനങ്ങളും പരിശോധിക്കുക എന്നുള്ളത്. എങ്കിൽ നമുക്കിതൊന്നും പുറത്തു വരുന്നില്ല. മുഖ്യമന്ത്രിയുടെ വാഹനം, മുഖ്യമന്ത്രിയുടെ LDF സർക്കാരിന്റെ പല മന്ത്രിമാരുടെ MP-മാരുടെ ഒന്നും വാഹന പരിശോധന നമ്മൾ കണ്ടില്ല. ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം രാഹുൽ മാങ്കൂട്ടം പറയുന്നത് അതിന് തൊട്ട് മുമ്പും പിമ്പെയൊക്കെ പല ആൾക്കാർ പോയിട്ടുണ്ട്, അവരുടെ ഒന്നും പരിശോധിച്ചിട്ടില്ല. ഇപ്പം മന്ത്രി അതിനു മുമ്പുള്ള 1-2 മന്ത്രിമാർ കടന്നു പോയപ്പോൾ എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മിസ്സായിപ്പോയതാണ്, മറ്റു തിരക്കായിപ്പോയെന്ന്. അപ്പം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇത് മനഃപൂർവ്വമായിട്ട് ഉള്ള ഒരു പരിശോധനയാണ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് മറ്റ് മന്ത്രിമാരുടെ വാഹനം പോകുന്നത് കണ്ടില്ല എന്നൊന്നുമില്ല. മന്ത്രിമാരുടെ വാഹനം പോകുന്നത് തീർച്ചയായിട്ടും അവർക്കറിയാം. ഇത്ര സമയത്ത് എവിടെയാണ് പാസ് ചെയ്യുന്നതെന്ന് പോലും കൃത്യമായിട്ട് അവർക്ക് മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് തടഞ്ഞു നിർത്തത്തില്ലല്ലോ, അത് തടഞ്ഞു നിർത്തി പരിശോധിക്കൂ. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വാഹനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ്, ഇനിയിപ്പോൾ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, കൃത്യമായി പരിശോധിക്കണം. കാരണം നമുക്ക് തന്നെ അറിയാം പല കാര്യങ്ങളും, അല്ലേ? ഇപ്പം AKG സെന്ററൊക്കെ ഇങ്ങനെ ഭയങ്കര എന്താ പറയുന്നത് പ്രൗഢിയോടെ തന്നെ നിൽക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഒരു അട്ടിമറി ഇതൊക്കെ സാധ്യതകളൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇവരെന്തിനാണോ പരിശോധിക്കുന്നത്, അന്ന് നീലപ്പെട്ടി പരിശോധിച്ചത് എന്തിനാണോ, കള്ളപ്പണം എന്നുള്ള രീതിയിലാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള കള്ളപ്പണം സ്വരൂപിക്കുക. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ആയിക്കൂടെ? ഇപ്പൊ മാങ്കൂട്ടത്തിലെ കുറെ കാലം കൊണ്ട് ഇവർക്ക് നോട്ടമാണ്, ഇവർക്കൊരു അവരുടെ കണ്ണിലെ ഒരു കരടാണ്. കാരണം അല്പം തൻ്റെ ഇടത്തോടു കൂടി കാര്യങ്ങൾ പറയും. സാധാരണ ഒരു കോൺഗ്രസ്സുകാരിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു സ്വരവും പ്രതിഷേധവും ഒക്കെയാണ്. അതെ, പുതിയ ഒരു നിര വേറൊരു തരത്തിൽ മാത്യു കുഴൽനാടൻ എനിക്കിഷ്ടപ്പെട്ട ഒരു നിയമസഭാ സാമാജികനാണ്. മാത്രമല്ല KSUവിന്റെ ഒരു ഇപ്പോഴത്തെ യൂണിയൻ ഒരു വല്ലാത്ത ശക്തിയുള്ള ഒരു യൂണിയനായിട്ടാണ് വരുന്നത്. അത് നമുക്ക് പല യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പുകളിലും കോളേജ് തെരഞ്ഞെടുപ്പുകളിലും നമുക്കത് മനസ്സിലാവും. പക്ഷെ അതൊക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വരണമെന്നുള്ളത് അതിന് കഴിയാതെ പോകുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാം. ഈ കോൺഗ്രസ്സിൽ എപ്പോഴും ഞാൻ കോൺഗ്രസിനെ കുറ്റം പറയുന്നതെന്ന് വെറുതെ കരുതണ്ട കേട്ടോ, ഉള്ളതാണ്. ഈ കോൺഗ്രസിനകത്ത് കുറേ കടൽക്കിഴവന്മാരുണ്ട്, ഒരിക്കലും മാറത്തില്ല. പിന്നെ എണ്ണി കുറയുന്ന ഇതായുസ്സും മണ്ടി കരേറുന്നു മോഹോ എന്ന് പൂന്താനം ജ്ഞാനപ്പാനൈ പറഞ്ഞിരിക്കുന്നത് ഈ കോൺഗ്രസിലെ കടൽക്കിഴവന്മാരെ കണ്ടിട്ടാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ആയുസ് കുറഞ്ഞു വരിക, എന്നാലും ആർത്തി അടങ്ങത്തില്ല കേട്ടോ. അതാണ് KV തോമസ് പോയിരിക്കുന്നത്. അങ്ങനെയല്ലേ ഇപ്പം KV തോമസ് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ അനുഭവിച്ചിരിക്കുകയല്ലേ. കോൺഗ്രസിൽ നിന്ന് എല്ലാം അനുഭവിച്ചു, ഒടുവിൽ കിട്ടാതെ വന്നപ്പോൾ ഉടനെ അവരെ തള്ളിപ്പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതല്ലേ സുധാകരൻ പറഞ്ഞത്, സുധാകരൻ പറഞ്ഞത് പലതരത്തിൽ പെൻഷന്, MLA പെൻഷൻ, MP പെൻഷൻ, കോളേജ് അധ്യാപകൻ്റെ പെൻഷൻ എല്ലാം കൂടെ ഉണ്ട്. ഇയാൾക്കെല്ലാം കൂടെ 10-30 ലക്ഷം രൂപ ഇയാളെല്ലാം കൂടെ കൊണ്ടുപോയി പുഴുകി തിന്നുകയാണോ എന്ന് സുധാകരൻ ചോദിച്ചു. സുധാകരൻ ലളിത ജീവിതം നയിക്കുന്ന ആളാണ്, അഴിമതിയില്ലാത്ത ആളാണ്, പൊതുമരാമത്താണ് കൈകാര്യം ചെയ്തത്. എന്തുമാത്രം വേണമെങ്കിലും ഉണ്ടാക്കാമായിരുന്നു. ഇപ്പോൾ വേറൊരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇരിക്കുന്നല്ലോ, മരുമകന്, അല്ലേ? അതൊക്കെ എന്താണെന്ന് പിന്നീട് വരും നമുക്ക്.
ഇതെന്തായാലും CPM-ന്റെ ഒരു വിചാരമുണ്ട്. ഇപ്പോൾ UDF-നെ തെരഞ്ഞെടുപ്പിന് അത്രത്തോളം സാമ്പത്തികം കിട്ടാതെ വരിക, തെരഞ്ഞെടുപ്പിനെ അത് ബാധിപ്പിക്കുക. കാരണം കുറേ കൂടി പ്രചരണങ്ങളൊക്കെ നടത്തിയാലേ അടുത്ത തെരഞ്ഞെടുപ്പിനെ അവർക്ക് നേരിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സാമ്പത്തിക മാന്ദ്യം വന്നാൽ തീർച്ചയായും നമുക്കറിയാം ഇതുമായിട്ട് ഈ പ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷങ്ങളും കോടികളും ഒക്കെ ആവശ്യമുള്ള ഒരു ഘട്ടം വരും. അപ്പോൾ പൊതുവേ നമുക്കറിയാം കോൺഗ്രസ് ഇപ്പോൾ പറഞ്ഞോണമുള്ള 2 തവണയും തോറ്റിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അത്രത്തോളം സാമ്പത്തിക സ്രോതസ്സില്ല. പുറത്തു നിന്നുള്ള വരുമാനങ്ങളോ മറ്റൊന്നും അവർക്ക് വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഫണ്ട് വരാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവർ കുറച്ച് താഴോട്ട് പോകാൻ സാധിക്കും എന്നൊക്കെയാണ് CPM-ന്റെ വിചാരം. പക്ഷേ അത് അമ്പാടെ തെറ്റാണ്. കാരണം ജനങ്ങളുടെ ഒരു മനോവിചാരമുണ്ട്. ജനങ്ങൾ എന്താണ് അവരെ വ്രണപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? അപ്പോൾ അവർ ഈ പ്രചാരണം ഇല്ലെങ്കിൽ പോലും അവർ ചിലപ്പോൾ ചെറിയ ചെറിയ പ്രചാരണങ്ങൾ നടത്തിയാൽ മതി. ഈ അനാവശ്യമായിട്ടില്ല സാർ എപ്പോഴും പറയുന്നു വാ ഉറക്കായിരുന്നാൽ മതി, അവർ ജയിക്കും. മാത്രമല്ല ഇപ്പം നമുക്കറിയാം ആശാപ്രവർത്തകർ LDF-നെതിരായിട്ടൊരു പ്രചാരണം അവർ നടത്തുന്നുണ്ട്. അല്ലാത്ത കുറച്ച് ആൾക്കാർ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പം CPM വിചാരിക്കുന്നതാണ് ഇപ്പോൾ രാഹുലും ഷാഫി പറമ്പും കുറച്ച് പറഞ്ഞ കള്ളപ്പണവും എങ്ങാനും കരുതി കൊണ്ടുവന്ന് കൊടുത്താലും ഇല്ലേലും UDF-ന് അനുകൂലമായിട്ട് നിലമ്പൂരിൽ ഒരു ഇതുണ്ട്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിനും അത് സ്വാഭാവികമായിട്ട് കേരളത്തെ ബാധിക്കുക. അപ്പോൾ ഇവർക്ക് ഒരു കാലത്തും കോൺഗ്രസ്സിന് 1 രൂപ പോലും ആൾക്കാർ കൊടുക്കാതെ അവർ ഈ തെരഞ്ഞെടുപ്പിനെ നമുക്കറിയാം അല്ലേ, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തോരം കോടികളാണ് ആവശ്യമായിട്ട് വേണ്ടുന്നത്, അല്ലെ ലക്ഷങ്ങളാണ് ആവശ്യം. അപ്പോൾ അവരെ സഹായിക്കാറില്ല. അങ്ങനെ പോലും ആരും സഹായിക്കരുത്. ഈ കോൺഗ്രസിന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല, ഒട്ടുമില്ല. 10 വർഷമായിട്ട് പുറത്ത് നിൽക്കുക, പൈസ ഇല്ല. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും പണമില്ല. ഇടയ്ക്കറിയാമല്ലോ രാജസ്ഥാനില് പിന്നെ അവിടെയും പോയില്ലേ, കയ്യിൽ നിന്ന് പോയി കോൺഗ്രസിന്റെ കയ്യിൽ. അശോക് ഗെഹ്ലോട്ട് ആയിരുന്നു അവിടെ. അവർ കണ്ടില്ലായിരുന്നു ആ ഇടയ്ക്കൊക്കെ ഗെഹ്ലോട്ട് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള മലയാള പത്രങ്ങളുടെ 1-ാം പേജിൽ പോലും അവരുടെ പരസ്യം വരികയാണ് രാജസ്ഥാൻ്റെ നേട്ടങ്ങളൊക്കെ കൊടുത്തുകൊണ്ട്. അപ്പം അവിടുന്നായിരുന്നു അല്പം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനുണ്ടായിരുന്നത്. ഇവർക്കെല്ലാം തിന്നുകുടിച്ചൊക്കെ നടക്കണ്ടേ, ഫ്ലൈറ്റിൽ മലന്നടിച്ച് കിടന്നും ഒക്കെ പോകണ്ടേ. ഇവിടുന്ന് ഡൽഹിക്ക് പോകുന്നത് പിന്നെ കേരള എക്സ്പ്രസ് കയറി പോകത്തില്ലല്ലോ. ഇപ്പോൾ രാവിലെ ഇവിടെ നിന്ന് തിരിച്ചു പിന്നെ 8 മണിക്ക് തിരിച്ച് 11 മണിയാകുമ്പോൾ അവിടെ ഡൽഹിയിലെത്തണ്ടേ. അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഈ രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഇങ്ങനെ നടക്കണ്ടേ. ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര എന്നൊക്കെ പറഞ്ഞ് നടത്തിയത് തന്നെ എത്ര ലക്ഷം രൂപ ചെലവഴിച്ചു എന്നുള്ളതാണ്. സ്പോൺസർ ചെയ്തിട്ടുണ്ടാകും. ഒരു സ്പോൺസർ മുമ്പോട്ട് വരണമെന്നുണ്ടെങ്കിലും ഇവരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം തിരിച്ചുണ്ടെങ്കിൽ മാത്രമല്ലേ സ്പോൺസറായാലും വരികയുള്ളൂ. കാരണം ഇവരുടെ കയ്യിലേക്ക് ഭരണം വരില്ല എന്നറിയാം. എന്തായാലും BJP ആയിരിക്കും ഇനിയും കുറേ കാലം ഇന്ത്യ ഭരിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം നമുക്കറിയത്തില്ല. അപ്പോഴത്തേക്ക് പുതിയ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉരുത്തിരിയുമോ എന്നോ അറിയത്തില്ല. അപ്പോൾ വരില്ല. പിന്നെന്തിന് അവർക്ക് നമ്മൾ പാർട്ടി ഫണ്ട് കൊടുക്കുന്നു എന്ന് കരുതും. അത് ഇപ്പം ചെറിയ ഒരു ഇടങ്ങളിലായാൽ പോലും, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലായാൽ പോലും ഇവരൊന്നും വരാൻ പോകുന്നില്ല, പിന്നെന്തിനാ നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്. മറ്റവർക്ക് നേട്ടമുണ്ട്. അവർ ചെയ്യുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് വാങ്ങാൻ പറ്റും. അതാണ് ഇതിനകത്ത് പറ്റുന്നത്. കോൺഗ്രസ്സിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെന്നുള്ളതാണ്. പിന്നെ നിലമ്പൂരിലെയൊക്കെ എങ്ങനെ ഒപ്പിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇനിയിപ്പം അടുത്ത തവണ രാഹുലിന്റെയും ഷാഫിയുടെയും പെട്ടി എന്തായാലും പരിശോധിക്കാൻ സാധ്യതയില്ല. 2 തവണയും LDF സർക്കാർ നാണം കെട്ട്. ഇനി ഒരു തവണ കൂടി അവരുടെ പെട്ടി പരിശോധിക്കില്ല എന്ന് നമുക്കും പ്രതീക്ഷിക്കാം അല്ലേ.